നമസ്കാരം സുഹൃത്തുക്കളെ. മഴക്കാലം ആസ്വദിച്ച് നമ്മുടെ ബുള്ളറ്റിൽ ഒരു റൈഡ് പോകാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? പെയ്യുന്ന മഴയും തണുത്ത കാറ്റും ഒപ്പം നമ്മുടെ ബുള്ളറ്റിൻ്റെ ആ ഒരു തമ്പ് ശബ്ദവും ഒക്കെ കൂടുമ്പോൾ അതൊരു പ്രത്യേക ഫീൽ തന്നെയല്ലേ. പക്ഷേ റൈഡ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴോ വണ്ടിയുടെ അവസ്ഥ കണ്ട് പലരുടെയും കണ്ണ് തള്ളിപ്പോകും. ഞാനും പലപ്പോഴും ഈ ഒരു ദുരവസ്ഥ അല്ലേ നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും. മുൻഭാഗത്തെ മഡ്ഗാർഡിൽ നിന്ന് നേരെ എൻജിനിലേക്കും നമ്മുടെ കാലുകളിലേക്കും ചെളി തെളിച്ച് അല്ലേ തെറിച്ചിങ്ങ് കയറും. ഷൂസും പാൻറ്റും ആകെ കോലക്കേടാവും. എൻജിൻ ഗാർഡിൽ ചെളി കട്ട പിടിച്ചിരിക്കും. പുറകിൽ നിന്ന് ചിലപ്പോൾ ചെളി തെറിച്ച് വണ്ടിയുടെ പിൻഭാഗം ആകെ വൃത്തികേടാവും. ഇതൊക്കെ എല്ലാ ബുള്ളറ്റ് പ്രേമികളും മഴക്കാലത്ത് നേരിടുന്ന വലിയൊരു തലവേദനയാണ്. എത്ര സർവീസ് ചെയ്താലും എത്ര കഴുകിയാലും അടുത്ത തവണ റോഡിലിറക്കിയാൽ വീണ്ടും ഇതേ അവസ്ഥ. ഇത് വണ്ടിയുടെ ലുക്ക് കെടുത്തുക മാത്രമല്ല, ചെയിൻ സ്പോക്കറ്റിൻ്റെ ആയുസ് കുറക്കാനും വണ്ടിക്ക് തുരുമ്പ് പിടിക്കാനൊക്കെ കാരണമാവും. അപ്പോൾ മഴക്കാലം വണ്ടികളുടെ കഷ്ടകാലം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള കൃത്യമായ പരിഹാരങ്ങളെക്കുറിച്ചാണ്. എന്ത് ചെയ്യാൻ കഴിയും? മഴക്കാലത്ത് നമ്മുടെ ബുള്ളറ്റ് എങ്ങനെ സൂപ്പറായി പരിപാലിക്കാം? ചെളി തെറിക്കുന്നത് എങ്ങനെ 100% തടയാം എന്ന് വ്യക്തമായി പറഞ്ഞു തരാം കേട്ടോ. വീഡിയോ മുഴുവനായി കാണുക. ഇനിയും എൻ്റെ വണ്ടിയിൽ കുറേ അപ്ഡേറ്റ്സ് ചെയ്യാനുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. മുൻഭാഗത്തെ ചെളി തെറിക്കലും പരിഹാരവും എന്തൊക്കെയാണ് നമുക്ക് ഇതിന് ചെയ്യാനാവുക? ഈ ബുള്ളറ്റിൻ്റെ ഫ്രണ്ട് വീലിൽ നിന്നും എൻജിൻ ഗാർഡിലേക്കും റൈഡറുടെ കാലുകളിലേക്കും വെള്ളം അടിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. അത് ആദ്യമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറയുന്ന ഈ ഒരു ഫ്രണ്ട് മഡ്ഗാർഡ് പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം. ബുള്ളറ്റ് 350യുടെ മുൻഭാഗത്തെ മഡ്ഗാർഡിൻ്റെ ഡിസൈൻ കാരണം ടാർ റോഡിലൂടെ ആണെങ്കിൽ പോലും മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് ടയറിൽ നിന്നുള്ള വെള്ളവും ചെളിയും നേരെ അടിച്ചു കയറുന്നത് എൻജിൻ്റെ ആ ഭാഗത്തേക്കും നമ്മുടെ കാലുകളിലേക്കുമാണ്. അതുകൊണ്ടാണ് നമ്മൾ എൻജിൻ ഗാർഡൊക്കെ കൊടുക്കുന്നത് കേട്ടോ. നേരിട്ട് വെള്ളം അടിച്ച് കയറില്ല എന്നേ ഉള്ളൂ, വല്ല കല്ലടിക്കുന്നതിനൊക്കെ തടസ്സമാകുന്നു എന്നേ ഉള്ളൂ. ഷൂസൊക്കെ നനഞ്ഞ് പാടെ കേടാകാറുമുണ്ട് അല്ലേ. ആകെപ്പോടെ കാലൊക്കെ ചീർത്ത പോലെയാകും. ഇതിനൊരു സ്ഥിരമായ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഈ മഡ്ഗാർഡ് ഫ്ലാപ്പുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വിപണിയിൽ നല്ല ക്വാളിറ്റിയുള്ള റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്ലാപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് അല്പം താഴേക്ക് വരുന്ന രൂപത്തിൽ വെക്കേണ്ടി വരും. ഇത് ഫ്രണ്ട് മഡ്ഗാർഡിൻ്റെ താഴ്ഭാഗത്ത് കൂടുതലായി അല്പം കൂടി നമുക്ക് സെറ്റാക്കി വെക്കാനായിട്ട് പറ്റും. ഇത് ചെയ്യുമ്പോൾ ടയറിൽ നിന്ന് മുകളിലേക്ക് തെറിക്കുന്ന വെള്ളം ഈ ഫ്ലാപ്പിൽ തട്ടി താഴേക്ക് തന്നെ പോകും. എൻജിനിലേക്കോ നിങ്ങളുടെ കാലുകളിലേക്കോ ചെളി അടിക്കില്ല എന്നുള്ളതാണ് ഒരു ഗുണം. രണ്ടാമത്തെ കാര്യം ക്രാഷ് ഗാർഡ് അല്ലെങ്കിൽ എൻജിൻ ഗാർഡ് കസ്റ്റമൈസേഷനാണ്. വിപണിയിൽ ഇപ്പോൾ മഴക്കാലത്തേക്ക് മാത്രമായി ക്രാഷ് ഗാർഡിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന ലെഗ് ഗാർഡ് എപ്രൺ എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ ഇതിനുള്ള റെക്സിൻ കവറുകളൊക്കെ കിട്ടും. ഇത് ക്രാഷ് ഗാർഡിൽ കെട്ടിവെച്ചാൽ മുൻപിൽ നിന്ന് കാലുകളിലേക്ക് തുള്ളി വെള്ളം പോലും അല്ലെങ്കിൽ ചെളിവെള്ളമൊന്നും അടിക്കാതെ നമുക്ക് സൂക്ഷിക്കാനാവും എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ഷൂസും പാൻറ്റും ഒക്കെ എപ്പോഴും ഡ്രൈ ആയിരിക്കണം അല്ലേ, അല്ലെങ്കിൽ ഒരു കംഫർട്ടും ഉണ്ടാവില്ല വണ്ടി ഓടിക്കാൻ. അപ്പം ഇനി എൻജിൻ ഗാർഡിൽ ചെളി കട്ട പിടിക്കുന്ന പ്രശ്നത്തിലേക്ക് പോയാൽ മഴക്കാലത്ത് വണ്ടി ഓടിച്ച് വന്ന ഉടൻ തന്നെ എൻജിൻ ഗാർഡിലും എൻജിൻ ഫെൻസിലും ഒക്കെ എൻജിൻ ഫെൻസിലും ഒക്കെ ഇരിക്കുന്ന ചെളി ഉണങ്ങുന്നതിന് മുമ്പ് അല്പം വെള്ളമൊഴിച്ച് കളയാൻ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. ഉണങ്ങിപ്പിടിച്ചാൽ ഇത് കളയാൻ വലിയ പാടാകും. അത് എൻജിൻ കൂടുതൽ ചൂടാകാനും കാരണമാകും. എൻജിനിലേക്കൊക്കെ ചെളി വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എൻജിൻ ഗാർഡ് വെക്കണം എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ വലിയൊരു എന്താ പറയുന്നത് റബ്ബറിൻ്റെ ഒരു മാറ്റ് ഫിറ്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും കേട്ടോ. എന്തായാലും ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഒരു മാറ്റ് ഫിറ്റ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ചെളിയെ തെറിക്കാതെ ശ്രദ്ധിക്കാനാവും. ബുള്ളറ്റിൻ്റെ പുറകിൽ നിന്ന് ചെളി തെറിച്ച് സാരി ഗാർഡിലും ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്തും ഒക്കെ നമ്മുടെ പുറകിലിരിക്കുന്ന ആളുകളുടെ വസ്ത്രങ്ങളിൽ വരെ ചെളിയാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടല്ലേ. ഇതിന് പരിഹാരമായിട്ട് പിൻഭാഗത്തെ മഡ്ഗാർഡിൻ്റെ അറ്റത്തും ഒരു ചെറിയ റബ്ബർ ഫ്ലാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പിറകു വശത്ത് നിങ്ങൾ പലരും മാറ്റ് പിടിപ്പിക്കുന്ന കണ്ടില്ലേ, വലിയ മാറ്റ്. ഈ സൈലൻസറിൽ നിന്നുള്ള ശബ്ദം, ആ ഒരു ധക് ധക് ശബ്ദം കൂടാനും ഈ ഒരു മാറ്റ് സഹായിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം ചെറിയ ടിപ്പുകൾ, ചെറിയ ആക്സസറീസൊക്കെ ഉപയോഗിക്കാം നമുക്ക്. അത് നമുക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ളതാണ്.
ഈ മഴക്കാലം കഴിയുമ്പോൾ ഇത്തരം ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് അഴിച്ച് മാറ്റി വെക്കാനും കഴിയും. എന്തായാലും സുരക്ഷയ്ക്കും വൃത്തിക്കും നമ്മൾ പ്രാധാന്യം നൽകേണ്ട സമയമാണ് മഴക്കാലം എന്ന് തന്നെ പറയാം. ഈ ചെയിനും സ്പോക്കറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇന്നലെ ഞാനത് സൂചിപ്പിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ ബുള്ളറ്റിൻ്റെ ഓപ്പൺ ചെയിൻ ഭാഗം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന് കാര്യമായിട്ടൊരു കവറിങ് വരുന്നില്ല. ചെയിൻ കവർ വരാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഭാഗം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് കീറും എന്നുള്ളത് ഓർക്കുക. ബുള്ളറ്റ് 350 പുതിയ മോഡലുകൾ വരുന്നത് ഓപ്പൺ ചെയിനാണ്. മുൻപും അതെ അല്ലേ, അവിടെ ചെയിൻ കവർ വന്നിരുന്നതൊക്കെ പണ്ടത്തെ എൻഫീൽഡുകളിലാണ്. ഇപ്പോൾ ചെയിൻ കവർ ഇല്ല. റോഡിലെ മണലും ചെളിയും നേരിട്ട് ചെയിനിലേക്കും സ്പോക്കറ്റിലേക്കൊക്കെ കയറും. മഴവെള്ളത്തോടൊപ്പം ഈ മണൽത്തരികൾ കൂടി ചെയിൻ ലിങ്കുകൾക്കിടയിൽ കുടുങ്ങിയാൽ അതൊരു സാൻഡ് പേപ്പർ പോലെ പ്രവർത്തിക്കും. ഒരു സംശയവും വേണ്ട, ഉരഞ്ഞ് നാശകോടാലിയാകും. ഇത് ചെയിനും സ്പോക്കറ്റും വേഗത്തിൽ തേഞ്ഞു തരാനും വണ്ടിയിൽ നിന്ന് കരകര എന്ന ഒരു ശബ്ദം വരാനും ഒക്കെ കാരണമാവും. ചെയിനിൽ നിന്ന് അങ്ങനത്തെ ശബ്ദം വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? എന്ത് ചെയ്യാനാവും? മഴക്കാലത്ത് എല്ലാ 300-500 കിലോമീറ്റർ കൂടുമ്പോഴും ചെയിൻ കൃത്യമായി ക്ലീൻ ചെയ്യുകയും ലൂബ്രിക്കേറ്റ് ചെയ്യുകയും വേണം. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ, ഈ ചെയിൻ ലൂബ് ഒരു വലിയ പരിഹാരമേ അല്ല. ആദ്യം നല്ലൊരു ചെയിൻ ക്ലീനറോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഒക്കെ ഉപയോഗിച്ച് ചെയിനിലെ പഴയ ചെളിയും മണ്ണും ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ കഴുകിക്കളയണം. ഇതൊക്കെ സർവീസ് സ്റ്റേഷനുകളിൽ നിന്ന് അവർ എത്ര കണ്ട് ചെയ്യുമെന്നുള്ളത് ചില അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാം. അതിനുശേഷം വണ്ടി തുടച്ചുണക്കിയ ശേഷം നല്ല ക്വാളിറ്റിയുള്ള ചെയിൻ ലൂബ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ അത് ഒരു 90-ൻ്റെ ഓയിലൊക്കെ ആണെങ്കിൽ, കുറച്ച് കട്ടി കൂടിയ ഓയിലാണെങ്കിൽ അത് നന്നായിരിക്കും. ഓയിൽ പലരും ഉപയോഗിക്കാറില്ല. ഒഫീഷ്യലായിട്ടും ഓയിലിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്തായാലും ഈ തരത്തിൽ ചെയിൻ ലൂബാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും മഴക്കാലത്ത് ഇത് അടിക്കടി നമ്മൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ മഴവെള്ളത്തിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകുമെന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും ഏറ്റവും ഒരു 200 കിലോമീറ്ററെങ്കിലും ഓടുമ്പോഴേക്ക് നമ്മൾ ലൂബ് ചെയ്യേണ്ടി വരും. ശ്രദ്ധിക്കുക, ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുന്നതാണ് ഗുണകരം. ലൂബ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇതേപോലെ വണ്ടിയിൽ കുറച്ച് ഓയിലോ മറ്റോ നമുക്ക് വെച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ സൈഡ് ബോക്സുകളിലൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഞാനത് സ്ഥിരമായിട്ട് ഓയിലാണ് ഉപയോഗിക്കാറുള്ളത്. വളരെ ചെറിയ അളവിൽ ഓയിൽ കൊടുക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാനും മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അത് നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും നല്ല രൂപത്തിൽ ഇത്തരത്തിൽ ഈ ആൻറ്റി റസ്റ്റ് സ്പ്രേകൾ കൂടി ഉപയോഗിക്കുക. ക്രോമുള്ള ഭാഗങ്ങളിലും ബോൾട്ടുകളിലും ഒക്കെ അടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണിത്. അപ്പോൾ മഴവെള്ളത്തിൽ കൂടെ ഓടിക്കഴിഞ്ഞാൽ ഇത് എല്ലാം പ്രശ്നം തന്നെ, എല്ലാ ഭാഗത്തും റസ്റ്റ് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റി റസ്റ്റ് സ്പ്രേകൾ ഉപയോഗിക്കുക. വണ്ടിയുടെ പെയിൻറ്റ് ചെയ്ത ഭാഗങ്ങൾ എപ്പോഴും തിളക്കത്തോടെ ഇരിക്കാനും ചെളി പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ലിക്വിഡ് വാക്സ് അല്ലെങ്കിൽ പോളിഷ് പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ശീലമാക്കാം. അങ്ങനെയും നമുക്ക് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ ചെളിവെള്ളം വണ്ടിയിൽ തങ്ങി നിൽക്കാതെ പെട്ടെന്ന് വഴുതി പോകുന്ന ഒരു സ്ഥിതിയൊക്കെ നമുക്ക് ഈ പോളിഷ് ചെയ്യുന്നതിലൂടെ നടക്കും. ഈ സർവീസ് കഴിഞ്ഞിറക്കുമ്പോൾ ഇത് ചെയ്യുന്നത് വണ്ടി എപ്പോഴും പുതിയതുപോലെ സൂക്ഷിക്കാനും സഹായിക്കും. എപ്പോഴും തുടച്ച് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ തരത്തിൽ മെയിൻ്റനൻസിന് കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. മഴക്കാല സമയത്തെ ഈ ഒരു മെയിൻ്റനൻസ് പ്രത്യേകം നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടത് തന്നെയാണ്. എന്തായാലും മഴക്കാലത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ബുള്ളറ്റ് എന്നും സൂപ്പർ കണ്ടീഷനിൽ തന്നെ ഇരിക്കും. ഈ നമ്മുടെ സ്പോക്ക് വീലുകളിലെ ആ ഒരു സ്പോക്കുകളുണ്ടല്ലോ, അത് ലൂസാവാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇടവേളകളിൽ. അതുകൂടെ ചെക്ക് ചെയ്യുക. മഡ് ഫ്ലാപ്പുകൾ വെക്കുക. കാറുകളിലേക്ക് ചെടി അടിക്കാതിരിക്കാൻ ഗാർഡ് ഏപ്രൺ ഉപയോഗിക്കുക. വണ്ടി ഓടിച്ചു വന്നാൽ അപ്പോൾ തന്നെ എൻജിൻ ഭാഗത്ത് ചെളി വെള്ളം ഒഴിച്ച് കഴുകിക്കളയുക. പിന്നത്തേക്ക് വെക്കരുത്. പിന്നെ മറക്കാതെ ചെയിൻ കൃത്യമായി ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചെയിൻ ലൂബ് ചെയ്യാൻ മറക്കണ്ട. ഇത്രയും ചെയ്താൽ മഴക്കാലത്തെ റൈഡിങ് നമുക്ക് ടെൻഷനില്ലാതെ ആസ്വദിക്കാനാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏതൊക്കെ ട്രിക്കുകളും ടിപ്പുകളുമാണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ബുള്ളറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി. ഹാപ്പി ആൻഡ് സേഫ് റൈഡിങ്. ഗുഡ് ബൈ.